പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ എരിവോടും തീഷ്ണതയും പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിന്റെ ഉയർത്തുന്നേറ്റവും വിശുദ്ധമായ തിമിർവാർന്ന മർദ്ദകരത്താൽ അണിപ്പെടുത്താവുന്ന അത്ഭുതകരത്താൽ നീ ആശീർവദിക്കുന്ന പ്രാർത്ഥന അടിപ്പെടുന്ന പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമം നീങ്ങിപ്പോകട്ടെ. മനസ്സിന് ഭാരപ്പെട്ടവരെ കർത്താവിൻ്റെ ഉന്നതമായ ഈ ആശീർവാദത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മഞ്ഞുപോലെ ഉരുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരോ ഉദ്യമങ്ങൾക്ക് വേണ്ടിയും ഓരോരോ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടിയും ഹൃദയത്തിൽ ഭാരത്തോടെയും ആശങ്കയോടെയും കരുതി ഇറങ്ങിത്തിരിക്കുന്നവരെ കർത്താവെ, വളരെ ഇതെല്ലാം കഴിയുമ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുമെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ വചനം അനുനിമിഷം നിറവേറുന്ന കൃപാസനം പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നവരുടെ
എല്ലാ ജീവിതത്തിലും അകമ്പടി പോലെ പോകുന്ന ദൈവത്തിൻ്റെ അതേ ചൈതന്യം ഇന്ന് നിൻ്റെ കൂടെ ഉണ്ടാവുകയും നിൻ്റെ യാത്ര, നിൻ്റെ ഉദ്യമങ്ങൾ, നിൻ്റെ ഇടപാടുകൾ, ഇടപഴകലുകളെല്ലാം കർത്താവ് നിറഞ്ഞു നിൽക്കുകയും കർത്താവ് നിനക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവപൈതലെ, നീ ഇന്ന് പോകുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന സംസാരിക്കുന്ന വിഷയങ്ങളിൽ, എഴുതുന്ന കാര്യങ്ങളിൽ, ഒപ്പിടുന്ന കാര്യങ്ങളിൽ എല്ലാം നീ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്ന വിഷയങ്ങളിൽ എല്ലാം കർത്താവിൻ്റെ ആത്മാവ് നിന്നെ നയിക്കട്ടെ. ഉയർത്തുന്നതിൻ്റെ കർത്താവ് മരണത്തെയും പീഡാനുഭവങ്ങളെയും മരണത്തെയും വെന്നുയർത്തുന്നതിൻ്റെ കർത്താവിൻ്റെ അതേ ചൈതന്യം എല്ലാത്തിനെയും അതിജീവിക്കാൻ, ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശകരമായ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ നിനക്ക് കൃപയും ശക്തിയും നൽകട്ടെ. കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്, അവരുടെ ദുർനടപ്പോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഈസ്റ്റർ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള അരുതായ്മകളാൽ കുടുംബത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും നിരാശപ്പെടാതെ ഇപ്പോഴീ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശ്രയിച്ചുകൊണ്ട് നീ വചനമെടുത്ത് പ്രാർത്ഥിച്ച് നോക്കുക. അപ്പോൾ നിന്നെക്കുറിച്ചുള്ള ഒരു അരുളപ്പാടുകൾ കർത്താവ് നിന്നോട് പറയുകയും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട്, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഒറ്റപ്പെടുത്തിയാലും ദൈവം നിന്നെ ഒറ്റപ്പെടുത്തിയാലും സത്യം നീ ഇന്ന് മനസ്സിലാക്കും. യേശുക്രിസ്തു ഉന്നതമായത്ത് നീ ആശ്രയിക്കുന്ന കർത്താവെ, ഇന്ന് നിന്നെ ആശ്രയിച്ചുകൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന രോഗികളും ആരെല്ലാം വചനങ്ങൾ പ്രാർത്ഥിച്ച് തുറക്കുന്നു അവർക്കെല്ലാം അവരോടെല്ലാം നീ വചനത്തോടെ സംസാരിച്ചുകൊണ്ട് ഈ പ്രസംഗിക്കർത്ത ഈ സന്ദേശം കൃത്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ സാന്നിധ്യം, ഉയർത്തുന്നതിൻ്റെ സാന്നിധ്യം കാലത്തിൻ്റെ അവസാനം വരെ, ഭൂമിയുടെ അതിർത്തികൾ വരെ അങ്ങനെ മക്കളുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയ തൊട്ടറിവുകൾ അവർക്ക് ലഭിക്കാൻ വേണ്ടി എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വസ്വരും നയിക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉത്ഥാനത്തിന് ശേഷം കർത്താവ് അപ്പോസ്തലന്മാരെ കാണുമ്പോഴൊക്കെ പറയുന്ന ഒരു വാക്കാണ് എന്താണ്? അലക്കിൽ ശ്രാമ, എന്താണ്? സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങനെ 7 പ്രാവശ്യം പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ സമാധാനത്തെക്കുറിച്ച് പറയുമ്പോഴും കർത്താവ് അവരെ പറഞ്ഞയക്കുന്നത് അസമാധാനത്തിലേക്കാണ്. മനസ്സിലായില്ല? ഈ കുർബാനയുടെ ഇടയ്ക്ക് നമുക്ക് സമാധാനം കിട്ടുമല്ലോ. ഇപ്പോൾ സമാധാനം നിങ്ങളുടെ കൂടെ നിന്ന് പുരോഹിതൻ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പല വിഷയങ്ങളിലും നമ്മൾ അസമാധാനവും അസന്തുഷ്ടിയുള്ളവരായിരിക്കും. അപ്പോസ്തലന്മാർക്കും അങ്ങനെ തന്നെ ഇരുന്നത്. എന്താണ്? അലക്ക് ശ്രാമ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാരെ ഈശോ യാത്രയാക്കും. സമാധാനം നിങ്ങളുടെ കൂടെ എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവരെ പറഞ്ഞേക്കണേ എങ്ങോട്ടാണ്? അസമാധാനത്തിലേക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ ചെന്നാക്കളുടെയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെയാണ് നിങ്ങളെ അയക്കുന്നതിൽ പറഞ്ഞത്. അപ്പോൾ കുഞ്ഞാടുകളെ എങ്ങാനും ചെന്നാക്കളുടെയൊക്കെ വല്ല സമാധാനം ഉണ്ടാകുക. പിന്നെ അവിടുത്തെ സമാധാനം ഏതാണ്? ആ സമാധാനം എന്ന് പറഞ്ഞത് ആശംസയിലൂടെ കർത്താവ് വാഗ്ദാനമാണുള്ളത്. കർത്താവിൻ്റെ സമാധാനം നമ്മുടെ വാഗ്ദാനമാണ്. നമ്മളെന്താ പറയുന്നത്? ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പം കർത്താവ് വാക്ക് പാലിക്കുന്നവനാണ്. സാഹചര്യങ്ങൾ ഭിന്നമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും കർത്താവ് നമ്മൾക്ക് സമാധാനം നൽകി വിടുന്നത് തിരുവുദ്ധാനത്തിൻ്റെ സമാധാനമാണ്. തിരുവുദ്ധാനത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം തരുന്ന പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം. ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും, എങ്കിലും ധൈര്യമായിരിക്കും. ഞാൻ ലോകത്തെ കീഴടക്കി എന്ന് പറയുമ്പോൾ നിൻ്റെ അസമാധാനം നിനക്കുണ്ടാക്കുന്ന സാഹചര്യങ്ങളെ കീഴടക്കാനുള്ള ആത്മശക്തിയുടെ ആശംസകളാണ് കർത്താവിൻ്റെ സമാധാനമെങ്കിലേ. ആ സമാധാനം വാക്ക് പാലിക്കുന്നവൻ്റെ വാഗ്ദാനമാണെങ്കിലേ അത് ഒരാശംസയേക്കാൾ ഉപരി കർത്താവിൻ്റെ സമാധാനം ഒരു വാഗ്ദാനമാണ്. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ശരി, അവൻ വിശ്വസ്തനായിരിക്കും എന്ന് പറയുന്നില്ലേ? 2 തിമോത്തി 2:13. നാം അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? അലക്ക് ശ്ലാമ, സമാധാനം നിങ്ങളുടെ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ആശംസയല്ല. ആശംസയായിട്ടാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ എന്താണത്? അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ആ കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? വാഗ്ദാനം പ്രാപിക്കുന്നവർ വിശ്വസ്തയുള്ളവരാണ്. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും എന്നാണ്. എൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കർത്താവിൻ്റെ സമാധാനം പാലിക്കുന്നതിന് ചിലപ്പോൾ നമുക്ക് പോരായ്മകൾ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ ആശംസ എന്ന് പറയുന്ന ആ സമാധാനത്തെ വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് വിശ്വസിച്ച ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞു. 11:40. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വായിച്ച 2 തിമോത്തി 2:13 നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കുമെന്ന്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ
നമ്മൾക്ക് വിശ്വസ്തതയിൽ പോരായ്മ വന്നാൽ പോലും കർത്താവ് എന്താണ് വിശ്വസ്തനായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഇത് വലിയൊരു പ്രോമിസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നിങ്ങൾ കീപ്പ് ചെയ്യണം. എന്താണെന്നറിയാമോ? ഒന്നും പതറേണ്ട ആവശ്യമില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട് അലക്രിസ്ലാമ എന്ന്, സമാധാനമെന്ന്. അത് നമുക്കിത് അവിശ്വസ്തത ഉണ്ടെങ്കിൽ പോലും അത് അനുഭവിക്കുന്നത് കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.